നന്ദു ആത്മഹത്യ ചെയ്യുന്നത് പോലെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കാണ് കേട്ടോ കനകം. അങ്ങനെ കനകം ചാടി എഴുന്നേറ്റ് അടുത്ത് കിടക്കുന്ന നന്ദുവിനെ നോക്കുന്നുണ്ട്. മോളെ, ഒരു കാരണവശാലും മോള് അങ്ങനെയൊന്നും ചെയ്ത് കളയില്ലേ എന്നൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നന്ദുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഉറങ്ങുന്ന നന്ദുവിൻ്റെ മുഖത്ത് നിഷ്കളങ്ക ഭാവം നോക്കിക്കൊണ്ട് കനകം കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ പോയിട്ട് അവിടെ ഹാളിൽ സെറ്റിയിൽ പോയി ഇരിക്കുകയാണ്, ലൈറ്റ് പോലും ഇടാതെ. അപ്പോഴേക്കും കോണിപ്പടി ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ഗോവിന്ദൻ വരുന്നുണ്ട്. എന്താ എന്താ നീ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനകം എന്ന് ഒന്നുകൂടെ വിളിക്കുമ്പോഴാണ് കനകം ഞെട്ടി ഇങ്ങനെ കണ്ണു തുറക്കുന്നുട്ടോ. എന്താ എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും, നീ എന്താ ഈ ലോകത്തെങ്ങും അല്ലേ? നിന്നോട് ഞാൻ വിളിച്ചതൊന്നും കേട്ടില്ലേ? നീ എന്താ ലൈറ്റ് പോലും ഇടാതെ ഇവിടെ നീ നിൽക്കുന്നത്? നീ എന്തിനാ കരയുന്നേ? നീ കാര്യം പറ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒന്നുമില്ല ഗോവിന്ദേട്ട എന്ന് പറയുമ്പം, ഒന്നും ഇല്ലഞ്ഞിട്ടാണോ ഈ ലൈറ്റ് പോലും ഇടാതെ നീ ഇവിടെ വന്നിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഗോവിന്ദേട്ട എന്ന് പറയുമ്പം, നീ എന്തോ നന്ദുവിൻ്റെ കാര്യം എന്നോട് ഒളിപ്പിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതെന്താണെന്നാ ഞാൻ ചോദിക്കുന്നേ? സത്യം പറ, ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഒരിക്കൽ ഞാൻ അറിയേണ്ടതല്ലേ, പറ എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. കനകം പറയാണ്, എല്ലാം കൈവിട്ടു പോയി. നമ്മുടെ നന്ദമോളുടെ മനസ്സിനായിരുന്നു ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്. നല്ല ബോൾഡായുള്ള പെൺകുട്ടിയായിരുന്നു. പക്ഷേ എല്ലാം ഒരു നിമിഷത്തിൽ തകർന്നു പോയി. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം, അന്ന് അനയുടെ മുറിയിൽ, നന്ദുവിന്റെ മുറിയിൽ വെച്ചിട്ട് അനയുടെ ഫോട്ടോ കണ്ട കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്റെ വളർദോഷാന്നേ പറയൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, നിനക്കിട്ട് തന്നെയല്ല ഞാൻ തരേണ്ടത്. നീ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണക്കാരി. എന്താ മറ്റു രണ്ട് മക്കളും അനന്തപുരിയിലെ മരുമക്കളായതുപോലെ അവളെയും ആക്കിയേക്കാന്ന് നീ വല്ല വാക്കും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ ഗോവിന്ദേട്ട, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടെയില്ല. ഞാൻ നന്ദിനോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുള്ളൂ, നിന്റെ വീട്ടിലേക്ക് എനിക്ക് ഗോവിന്ദേട്ടനും ധൈര്യമായിട്ട് കയറി വരാൻ പറ്റണം. അങ്ങനെ ഒരു സാധാരണക്കാരന്റെ വീട്ടിലേക്ക് മാത്രമേ നിന്നെ കെട്ടിച്ചയക്കുള്ളൂ എന്ന് ഞാൻ എപ്പോഴും അവളോട് പറയാറുള്ളതാ. ഇപ്പം അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പോലും പറ്റുന്നില്ലല്ലോ. ആ അവസ്ഥയൊക്കെ കാണുന്നതല്ലേ നന്ദുമോളും. അങ്ങനെ ഞാൻ അവളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളതാ. പിന്നെ എപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലതവണയായിട്ട് അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തോ സംശയം തോന്നിയതാ. അന്ന് അവരുടെ വീട്ടിൽ വെച്ചിട്ട് ആ ഫംഗ്ഷൻ ഇടയ്ക്ക് എനിക്ക് നന്ദനോട് എന്തോ ഒരു അടുപ്പമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടാതെ അവളോ നന്ദുമോളെ മാറ്റി നിർത്തിയില്ലേ, അപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു അത് ഇത്രത്തോളം എത്തി കാണുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നന്ദു ആണെങ്കിലോ ആ ചെറുക്കനെന്ന് പറഞ്ഞാൽ അങ്ങ് ഉരുകി തീരാണ്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്, അതായത് ആ പയ്യന്റെ കല്യാണം ഉറപ്പിച്ച ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾ ഈ ലോകത്തെങ്ങുമല്ല. പഴയ കളിയോ ചിരിയോ ഒന്നുമില്ല. അവൾ പുറത്തേക്ക് പോകുന്നു, അകത്തേക്ക് വരുന്നു, ഒന്നും അറിയുന്നു കൂടിയില്ല. എപ്പോഴും അകത്ത് മുറിയുടെ ഇരിപ്പും കരച്ചിലും തന്നെയാ. നന്നായിട്ട് ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, എത്ര കട്ടിയുള്ള മനസ്സാന്ന് പറഞ്ഞാലും പെണ്ണിന്റെ മനസ്സല്ലേ. ഒരു ഇഷ്ടപ്പെട്ട പുരുഷൻ വന്നു കഴിഞ്ഞാൽ അവളുടെ എല്ലാ ആ ബോൾഡ്നെസ്സും മാറിപ്പോകും. അവളുടെ മനസ്സ് നിറയെ അവൻ മാത്രമാകും. പിന്നീട് കാര്യം, നയനമോള ഈ കാര്യം വല്ല അറിഞ്ഞെന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പം, ഇല്ല, നയനയോട് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പം, ഒന്നും പറയണ്ട, അതാ നല്ലത്. നയനെ അറിഞ്ഞ നന്ദന് മനസ്സ് വിഷമിക്കുമെന്ന് കരുതിയിട്ട് അവിടുത്തെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ അതൊരിക്കലും ആർക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും നന്ദു അനിയും ഒന്നിക്കാൻ പാടില്ല എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും പറയില്ല ഗോവിന്ദേട്ട എന്ന് കനകം പറയുന്നുണ്ട്. നന്ദു ഉറക്കമാണെന്ന് ചോദിക്കുമ്പം, അതെ, അവൾ നല്ല ഉറക്കമാ. കുറെ നേരം പാവം ഉറങ്ങാതെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. അതുകൊണ്ട് പേടിച്ചിട്ടാ ഞാൻ അവളെ അടുത്തേക്ക് കടന്നത്. അവള് ആത്മഹത്യ ചെയ്യുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടത്. അത് കണ്ട് ഞാൻ പേടിച്ചു പോയി ഗോവിന്ദേട്ടാ. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് തന്നെ പോയി കിടക്കായിരുന്നു. എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മുടെ മോള് ബോൾഡാന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിലൊക്കെ ആയപ്പോഴേക്കും അവൾ വാടിത്തളർന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് രണ്ടാമത്തെ നിലയിൽ ഇരുന്നുകൊണ്ട് അബി നവ്യയുടെ മുറിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ ക്യാമറ വഴി കാണുന്നുണ്ട്. അവന്റെ ഫോണിൽ കാണുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഇനി നീ അവിടെ എന്ത് ചെയ്താലും, നിന്റെ കാമുകനായിട്ട് ചാറ്റ് ചെയ്താലും ഫോൺ വിളിച്ചാലും എല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് അറിയും. അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും ഞാൻ കാണിക്കും. അവസാന ശ്രീ കള്ളം പറഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളല്ലേ നീ. നിന്റെ ജീവിതം അവസാനിച്ചു. 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ എല്ലാ തെളിവുകളും സഹിതം ഞാൻ നിന്നെ പിടികൂടി എല്ലാവരുടെ മുമ്പിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കും എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും വന്നിട്ട് ജലജ ചോദിക്കുകയാണ്, എന്താടാ, എന്താ നിനക്കൊരു കള്ളലക്ഷണം? ഒന്നുമില്ലമ്മേ എന്ന് പറയുമ്പം, എന്തോ ഉണ്ട്. എന്താ, അവൾക്കെതിരെ പുതിയ എന്തെങ്കിലും പണിയാണോ? ആണെങ്കിൽ എന്നോട് പറയടാന്ന് പറയുമ്പം, ഇല്ല, അമ്മയോട് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പൊട്ടനാന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാം സംഭവിച്ചിട്ട് അമ്മ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് അവളെ ഇറക്കാൻ നോക്കിയിട്ട് അവസാനം ഇവിടെ നിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അവളെ മാത്രമല്ല, ആ നയനയുണ്ടല്ലോ, ആ ശല്യം പിടിച്ചവൾ, അവളെ കൂടി ഇവിടെ നിറക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പദ്ധതികൾ നടക്കുകയുള്ളൂ. എന്നെ എല്ലാവരും കൂടി കരിവാരി തേക്കുമല്ലേ മുഖത്ത്. ഞാൻ അനുഭവിച്ചു മടുത്തു എന്നൊക്കെ പറയുമ്പോഴേക്കും അഭി ചോദിക്കുകയാണ്,
അമ്മ കുറെ കാലം കൊണ്ട് പറയുന്നുണ്ടല്ലോ ഈ മുത്തശ്ശനെയും മുത്തശ്ശിയോടും അതുപോലെ അമ്മയ്ക്ക് ദേഷ്യമാണെന്നും അതുപോലെ തന്നെ ദേവയാനി വലിയമ്മയോടും അമ്മയ്ക്ക് ദേഷ്യമാണെന്നും എന്താ ശരിക്കും അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അതിപ്പോഴൊന്നും അല്ല, കുറെ കാലങ്ങൾക്ക് മുമ്പാ, നീയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് എന്നോട് ഇവരെല്ലാം കൂടെ ചെയ്ത ദ്രോഹവ. അതിപ്പം ആരോടും എനിക്ക് പറയാൻ സാധിക്കില്ല. അതൊക്കെ മണ്ണടിഞ്ഞു പോട്ടെ, ഇനിയൊന്നും എന്നെ ഓർപ്പിക്കണ്ട. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റയൊരുത്തിയ ആ ദേവയാനി. എന്നെ ചവിട്ടി താഴ്ത്തിയതും അവളാ. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടി എന്റെ ജീവിതം തകർക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ പറഞ്ഞിട്ട് ജലജ അബിയോട് പറയാണ്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വേ ചെയ്യണം, അല്ലാതെ എല്ലാം കൂടെ ചെയ്തിട്ട് അവസാനം നമ്മുടെ തല വന്ന് വീഴുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഉണ്ടാവില്ല, അമ്മ നോക്കിക്കോ, രണ്ടിനെ തൂക്കി ഞാൻ വെളിയിൽ കളയും, പറഞ്ഞു നീ മഹാപൊട്ടം തന്നെയാ എന്ന് പറയുമ്പോഴേക്കും ജലജയോട് അബി പറയണം, അങ്ങനെയൊന്നുമില്ല അമ്മേ, ആദർശേട്ടനെ സ്നേഹിച്ച് ഇങ്ങോട്ടേക്ക് വന്നവള് 1-2 ദിവസം കൊണ്ടാ അവള് ഞാൻ കറക്കിയെടുത്തത്. അതിന്റെ അർത്ഥം അത്രയ്ക്കും സ്മാർട്ടാണ് ഞാനെന്നല്ലേ എന്റെ അർത്ഥം. പക്ഷെ അവള് കാശുകാരിയാന്ന് ഓർത്താ ഞാൻ അങ്ങനെ സ്നേഹിച്ചത്. ആദർശേട്ടന് വരേണ്ട അബദ്ധം എനിക്ക് പറ്റിപ്പോയി, അത്രേ സംഭവിച്ചുള്ളൂ. എത്ര പെൺകുട്ടികളാ എന്റെ വാക്കിൽ വീണിരിക്കുന്നതെന്ന് അറിയാമോ? അപ്പോഴേക്കും ജലജ പറയണം, അതെ അതെ, പെൺപിള്ളേർ നിന്നെ കണ്ട് വീഴും, അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ ആദർശിന് കിട്ടാൻ പോയ ഏറ്റവും വലിയ ഒരു ഇതാണ് നിന്റെ തലയിലേക്ക് വന്ന് വീണത്, ഒരു ഇടുത്തി തന്നെ എന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജവനെ കളിയാക്കുന്നുണ്ട്. അമ്മ കണ്ടോ, അമ്മ ഇപ്പൊ കളിയാക്കുന്നുണ്ടല്ലോ, കുറച്ചു ദിവസം കഴിയുമ്പോൾ അമ്മ തന്നെ ഇത് മാറ്റി പറയും എന്ന് പറയുന്നുണ്ട്. ആദർശ് മുറിയിലിരുന്നിട്ട് ആലോചിക്കാണ്, ഒരു ഗ്ലാസ് കോഫി ഇട്ടിരുന്നെങ്കിൽ, നല്ല ചൂടുള്ള കോഫി ഇട്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നയനോട് ചോദിച്ചാലോ? വേണ്ട, ഇനി അതിന്റെ പേരിലായിരിക്കും അവളുടെ അഹങ്കാരം എന്ന് പറഞ്ഞ് ചോദിക്കാതിരിക്കുമ്പോഴേക്കും അവന്റെ ഉള്ളറിഞ്ഞതുപോലെ നയന അങ്ങോട്ടേക്ക് കോഫിയായിട്ട് വരുന്നുണ്ട്. ആദർശേട്ടാ, ഇതാ ചൂടുള്ള കോഫിയാ, വേണോ എന്ന് ചോദിക്കുമ്പം അവൻ അങ്ങോട്ടെങ്ങാനും വെച്ചേക്ക് എന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറയുന്നുണ്ട് നയന. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും അവന്റെ കാല് തട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, എന്താ വേദന എടുത്തോന്ന് ചോദിക്കുമ്പോൾ വേദന എടുത്തു, എന്താ അതിനിപ്പോ നിനക്കെന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാം എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവളെ ആ ചായ അങ്ങോട്ടേക്ക് വെച്ചിട്ട് ബാം എടുത്ത് ആദർശിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദർശ് പറയാണ്, ഞാൻ പുറത്തു തരട്ടെ എന്ന് നയന ചോദിക്കുമ്പോൾ അതിനുള്ള അവകാശം എനിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, വേണ്ട വേണ്ട, എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട, എനിക്ക് കൈയുണ്ട് തേക്കാൻ, എന്റെ കൈയൊന്നും പോയിട്ടൊന്നും ഇല്ലല്ലോ. ഈ കാലിനേറ്റ മുറിവിനേക്കാളിലും കാലിനുള്ള വേദനയെക്കാളിലും ഒക്കെ എന്റെ മനസ്സിനാ മുറിവ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഡോക്ടർ ആയിരിക്കും വിളിക്കുക, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരോടും പറയാൻ വേണ്ടി അറിയിക്കാനാണ് ഡോക്ടർ വിളിക്കുന്നത്. മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അവിടെ കാണണം, വീട്ടിലുള്ള എല്ലാവരും എന്ന് പറയുന്നുണ്ട്. പോകാമെന്ന് എന്നോട് പറയാണ്, മുത്തശ്ശനോട് എല്ലാവരോടും പോയിട്ട് പറ, ഡോക്ടർ ഇപ്പോൾ തന്നെ വരും, എല്ലാവരോടും റെഡി ആയിട്ടിരിക്കാൻ പറ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പറയാന്ന് പറയാണ്. എന്നിട്ട് നയന ഒന്നുകൂടെ ചോദിക്കുന്നു, കാലിന് വേദന ഉണ്ടോ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ കാലിനല്ല, അതിലും വേദന എന്റെ മനസ്സിനാ, നീ ഒന്ന് ഇറങ്ങിപ്പോ, നിന്നെ കാണും തോറും എനിക്ക് ഓർമ്മ വരുന്നത് അത് മാത്ര, അതുകൊണ്ട് നീ എന്റെ മുമ്പിലേക്ക് പോലും വരണ്ട, അതായിരിക്കും നല്ലത്, വരും തോറും എനിക്ക് നിന്റെ ആ ചതി മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അറിയാതെ ഞാൻ തെറ്റിയത് പോയി, അത് നിനക്ക് ക്ഷമിക്കാനാവില്ലേ എന്ന് ചോദിച്ചിട്ട് നയന അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാരും ഹാളിൽ വന്നിരുന്ന് ഭർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ എനിക്ക് ഇനി ആയുസുണ്ടെന്ന് പറയാൻ വരുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെയുള്ള വർത്താനങ്ങൾ നിങ്ങളൊന്ന് നിർത്തൂ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ പറയാണ്, അച്ഛന് ഒന്നും സംഭവിക്കില്ല, ഡോക്ടർ വന്ന് ഒരു ശുഭപ്രതീക്ഷ തന്നെ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. ദേവയാനിയും ജലജയും എല്ലാവരും ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ 10-75 വയസ്സായില്ലേ, ഇനി പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് പറയാണ്, അങ്ങനെയൊന്നും കരുതണ്ട, താങ്കൾ ഇനിയും ഒരുപാട് കാലം ജീവിക്കും, ഞാൻ കുറെ തവണ താങ്കളുടെ റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഫൈനൽ സ്റ്റേജിലാണെങ്കിലും ഗുണപ്പെടും, അതൊക്കെ ഗുണപ്പെടാവുന്ന അസുഖം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. ഇത്രയും കാലം യോഗയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായുണ്ട് നമുക്കൊരു ഓർമ്മ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പോസിറ്റിവിറ്റി അടുത്തേക്ക് വരുമ്പോഴും നെഗറ്റീവ് അടുത്തേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ അവര് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ, ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണോ? ഡോക്ടർ പറയണ, അല്ലല്ല, ഒരിക്കലും അല്ല, ഞാൻ സത്യമായ കാര്യം തന്നെയാ പറഞ്ഞത്. അസുഖത്തിന് നല്ല വ്യത്യാസം കാണുന്നുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്, അതിന് പ്രധാന കാരണം തന്നെ ഈ വീട്ടിലുള്ളവരാ. നിങ്ങൾ എത്രത്തോളം സന്തോഷം കൊടുക്കുന്നുണ്ടോ മുത്തശ്ശന്, അത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ നെട്ടി നിൽക്കുകയാണ്. ഈ കളവർ എത്രയും പെട്ടെന്ന് തട്ടിപ്പോകുന്നുള്ള വാർത്ത കേൾക്കാനിരുന്നപ്പോഴല്ലേ ഇങ്ങനൊരു എടുത്തി മുമ്പിലേക്ക് വന്ന് വീഴുന്നത് എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്.
അങ്ങനെ ഡോക്ടർ പറയണ്ട, ഒന്നും കൊണ്ടും ആരും വിഷമിക്കണ്ട, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അച്ഛനെ സന്തോഷമായിട്ടെല്ലാരും നോക്കണം, അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, ഡോക്ടർ ഇങ്ങനെ തന്നെ പറയണേന്ന് ഞാൻ കയറി പ്രാർത്ഥിച്ചപ്പോ കൂടി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ നയനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഡോക്ടറോട് പറയാണ്, ദാ ഇത് കണ്ടോ, ആരെയും ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതെന്റെ മൂത്ത കൊച്ചുമോന്റെ ഭാര്യ നയനമോള്, എന്റെ നയനമോള്, ഇവളാ ഈ വീടിന്റെ ഐശ്വര്യം വിളക്കും എല്ലാം, ഈ വീടിന്റെ മഹാലക്ഷ്മിയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ട് ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ഡോക്ടറോട് അവള് വരയ്ക്കുന്ന കാര്യവും അവളുടെ കഴിവുകളും എല്ലാം മുത്തശ്ശൻ ഇങ്ങനെ വാ തോരാതെ പറയുന്നുണ്ട്. ഇത് കണ്ട് ദേവനിക്കും ജലജയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അതിനുശേഷം ജലജ പോയിട്ട് അഭിയോട് പറയാണ്, ആ ഒരു അവസരത്തിൽ പോലും മുത്തശ്ശൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത് കേട്ടില്ലേ, അവളാണ് എല്ലാമെന്നും എങ്ങെന്നോ വലിഞ്ഞു കയറി വന്ന ഒരു ദരിദ്രവാസി അവള്, എന്നിട്ട് അവള് പറഞ്ഞത് കേട്ടില്ലേ, അവളാണ് എല്ലാമെന്നും, അങ്ങേർക്ക് അവളെ മാത്രം മതി ഇപ്പോ. സ്വത്തുക്കളുടെ ഇടയിൽ തന്നെ ആദർശ് ദേവയാനി നയന എന്ന എഴുതിയിരുന്നത്, അതിൽ പോലും നമ്മുടെ ആരുടെയും പേരുകളില്ല. അതുകൊണ്ട് അവളെ വേണം എത്രയും പെട്ടെന്ന് ആട്ടി പുറത്താക്കാൻ. ആ കിളവൻ എത്രയും പെട്ടെന്ന് തീരുമെന്ന് ഞാൻ കരുതിയത്, എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാന്നാ കരുതിയത്. പക്ഷെ ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ ജീവിച്ച് നമ്മളെ നരകിക്കുന്ന എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജലജ പറയാൻ കേട്ടോ, ഇനി ഞാൻ ടെൻഷൻ കൂടി മരിച്ചാലും അങ്ങേര് ചാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കിടക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അന്ന് മുത്തശ്ശനോട് ഞാൻ പറഞ്ഞപ്പം എന്തൊക്കെയോ മുത്തശ്ശൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്, അതിലെന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ജലജ പോകുമ്പോഴേക്കും അഭി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടേന്ന്.